കോഴിക്കോട് ഷഹബാസ് കൊലപാതകത്തിൽ മുഖ്യമന്ത്രിയെ കാണാനൊരുങ്ങിയിരിക്കുകയാണ് വീട്ടുകാർ. മോനെ നഷ്ടപ്പെട്ടു, ഞങ്ങൾക്ക് നീതി ലഭിക്കണമെന്നും അതിനുവേണ്ടി മുഖ്യമന്ത്രിയെ നേരിട്ട് കാണുമെന്നും അന്വേഷണം മുന്നോട്ടു പോകുമെന്ന് ഉറപ്പ് വേണമെന്നും വീട്ടുകാർ ആവശ്യപ്പെടുന്നു. വിവരങ്ങളുമായി അഭിന പി ചിറക്കൽ ചേരുന്നുണ്ട്. അഭിന, തുടരാം. അത് കേസിലെ പ്രതികളായ വിദ്യാർത്ഥികളുടെ അതുപോലെ തന്നെ മാതാപിതാക്കൾക്കും കൃത്യത്തിൽ പങ്കുണ്ടെന്ന് തുടക്കം മുതൽ തന്നെ ഷഹബാസിന്റെ കുടുംബം ആരോപിച്ചിരുന്നു. എന്നാൽ പോലീസിന്റെ അന്വേഷണത്തിൽ അത്തരമൊരു കണ്ടെത്തൽ ഉണ്ടായിരുന്നില്ല. ഇതേ തുടർന്നാണ് ഈ ഒരു ആരോപണം കടുപ്പിച്ച് ഷഹബാസിന്റെ കുടുംബം ഇപ്പോൾ രംഗത്തെത്തിയിട്ടുള്ളത്. പ്രതികളായ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളിൽ ഗുണ്ടാലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് കുടുംബം പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്ന ആരോപണം. അതോടൊപ്പം തന്നെ ഇവരെ അറസ്റ്റ് ചെയ്താൽ മാത്രമേ ശരിയായ രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോവുകയുള്ളൂ എന്ന് തന്നെയാണ് കുടുംബം പറയുന്നത്. നമുക്കറിയാം, നേരത്തെ തന്നെ ഈ വിദ്യാർത്ഥികളുടെ പക്കൽ നിന്നും നഞ്ചക്ക് പോലുള്ള ഉപകരണങ്ങൾ കണ്ടെത്തുകയും അതുപോലെ തന്നെ ഈ കൂട്ടത്തൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഗൂഢാലോചന അടക്കം നടത്തുന്നതിന് മുൻതൂക്കം നൽകിയതും ഈ വിദ്യാർത്ഥികൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ വിദ്യാർത്ഥികൾക്ക് പിന്നിൽ മറ്റ് മുതിർന്ന ആളുകളുണ്ട് എന്ന് തന്നെയാണ് പ്രധാനമായും ഈ കുടുംബം ഉന്നയിച്ചിട്ടുണ്ടായിരുന്ന കാര്യം. അതോടൊപ്പം തന്നെ ഈ ഉപകരണങ്ങൾ കണ്ടെത്തിയതും ഈ വിദ്യാർത്ഥികളുടെ വീട്ടിൽ നിന്നുമാണ്. അതുകൊണ്ട് തന്നെ കുടുംബം ഈ ഒരു ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നത് തന്നെയാണ്. നേരത്തെയും ഈ ഒരു ഷഹബാസിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഷഹബാസിന് ആദ്യം ഒരു സംഘടന ഉണ്ടായതിന് തൊട്ട് പിന്നാലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സമയത്തെല്ലാം തന്നെ കുടുംബം ആരോപിച്ചതും അത് തന്നെയാണ്. ഈ വിദ്യാർത്ഥികൾക്ക് ഒരു ക്രിമിനൽ പശ്ചാത്തലമുണ്ട്, അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ കുടുംബത്തിന് ഒരു ക്രിമിനൽ പശ്ചാത്തലമുണ്ട് എന്ന് തന്നെയായിരുന്നു കുടുംബം ആദ്യം മുതലേ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്ന കാര്യം. അതോടൊപ്പം തന്നെ ഇനി ഇത്തരത്തിലൊരു അവസ്ഥ ഒരു മാതാപിതാക്കൾക്കും ഉണ്ടാകരുത്. തന്റെ മകന് നീതി ലഭിക്കണം, ഈ വിദ്യാർത്ഥികൾക്ക് കടുത്ത ശിക്ഷ തന്നെ നൽകണം എന്ന് തന്നെയാണ് ഷഹബാസിന്റെ മാതാവ് പറഞ്ഞിരിക്കുന്നത്. ഷഹബാസിന്റെ മാതാവ് മാനസികമായി തളർന്ന നിലയിലാണ്. ഷഹബാസിന്റെ മാതാവ് ഇതുവരെയായും മാധ്യമങ്ങളൊന്നും പ്രതികരിച്ചിരുന്നില്ല. ഇത് ഇപ്പോഴാണ് ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ മാധ്യമങ്ങൾക്ക് മുൻപിൽ തന്റെ മകൾക്ക് നീതി ലഭിച്ചിട്ടില്ല, അതുകൊണ്ടാണ് താനിപ്പോൾ ഇത്തരത്തിൽ മാധ്യമങ്ങൾക്ക് മുൻപിൽ സംസാരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ മാതാവ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മന്ത്രി തങ്ങളെ വന്ന് ആശ്വസിപ്പിച്ചു, അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി വീട്ടിലെത്തുമെന്ന് താൻ വിശ്വസിച്ചിരുന്നു. പക്ഷേ വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെയുള്ള ആരും തന്നെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇതേ തുടർന്നാണ് മുഖ്യമന്ത്രിയെ നേരിട്ട് കാണാനും ഈ പരാതി ബോധിപ്പിക്കാനും അതുപോലെ തന്നെ തെളിവുകൾ അടക്കം മുഖ്യമന്ത്രിക്ക് നേരിട്ട് നൽകാൻ തന്നെയാണ് തങ്ങളുടെ തീരുമാനം എന്ന് തന്നെയാണ് കുടുംബം അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വിദ്യാർത്ഥികൾ, ഈ അറസ്റ്റിലായ 5 വിദ്യാർത്ഥികളും ഇപ്പോഴും റിമാൻഡിൽ തന്നെ കഴിയുകയാണ്. കൂടുതൽ പേരിലേക്ക് പോലീസ് അന്വേഷണം വ്യാപിപ്പിക്കാൻ തന്നെയാണ് തീരുമാനം. അതിലും ശരി അഭിന.